അപ്പോൾ നമ്മളെ കാശ്മീരിൽ വന്നിട്ട് ആദ്യത്തെ ആക്ടിവിറ്റി ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ആദ്യം നമ്മളെ ആക്ടിവിറ്റിക്കാണ് പോകാൻ പോണത്. ഷിക്കാര റൈഡ് എന്നാണ് ഇതിനെ പറയണത്. ദാൽ ലേക്കിലുള്ള ബോട്ടിങ് അല്ലേ ബ്രോ? ദാൽ ലേക്കിലുള്ള ബോട്ടിങ് അല്ലേ? യെസ്. അപ്പോൾ ഒരുപാട് ബോട്ടുകളുണ്ടോ? ഒരുപാട് ബോട്ടുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മളുടെ മറ്റേ കുരുക്ഷേത്രേ ഏതിലൊക്കെ അല്ലേ, ഉദാസേ മന്നത്ത്, ആ പാട്ടിലൊക്കെ എനിക്ക് വന്നിട്ട് ദാൽ ലേക്കാണുള്ളത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ദാൽ ലേക്കിന്റെ എന്തൊക്കെ പ്രത്യേകത പറയൂ? ഒന്നും അറിയില്ല അല്ലേ? വെരി ബാഡ്. ദാൽ ലേക്ക് ഈസ് ഫേമസ് ഫോർ ഫ്രഷ് വാട്ടേഴ്സ്. ഫ്രഷ് വാട്ടർ ലേക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷേ ഫ്രഷ് വാട്ടർ ലേക്ക് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ദാൽ ലേക്കിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഈ ബോട്ടിൽ എത്ര ആൾക്കാർ കയറും? സാധാരണ 4 പേർക്കാണ് കൊടുക്കാറുള്ളത്. 4 പേർക്ക് കൊടുക്കാറ്. പിന്നെ ബാച്ചിലേഴ്സ് 5 പേര് വരെ 5 പേരൊക്കെ കയറും. നമസ്തേ ഭയ്യ. എന്താ കിടന്നു പോവാലേ? ഞാൻ വെറുതെ കിടന്നു നോക്കിയതാ. കിടന്നു പോവാട്ടാ. പിന്നല്ലാണ്ട് ലേക്കിലുള്ള ബോട്ടുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാ? ഒരുപാട് ബോട്ടുകൾ. ഇപ്പൊ എത്ര ബോട്ടുകൾ ഉണ്ടാവും ബ്രോ ഇവിടെ? വല്ല കണക്കുണ്ടാ? ഓക്കെ, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കണം എന്തോരം ബോട്ടുകളല്ലേ. 7,000 ആള് പറഞ്ഞ സത്യമാണോന്ന് അറിയില്ല. 7,000 ബോട്ടുണ്ട് ഈ ഒരു ദാൽ ലേക്കില്. ഫ്രഷ് വാട്ടർ എന്നാണ് ഈ ലേക്ക് അറിയപ്പെടുന്നത്. പക്ഷെ ഫ്രഷ് വാട്ടറിന്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഫ് ഗായ്സ്, ഈ ഒരു വ്യൂ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലാട്ടാ. എൻ്റെ പൊന്ന്, എവിടുന്ന് കിട്ടോടാ ഇങ്ങനത്തെ വ്യൂ അല്ലേ ബ്രോ? ഇതിനേക്കാൾ നല്ല വ്യൂ ഉണ്ടോ വേറെ? പുള്ളി ഫുള്ള് സസ്പെൻസ് ആണല്ലോ. രസമാണ് കേട്ടോ. ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അയ്യോ ഓക്കെ, എന്ത് സംഭവം? ഇതെങ്ങനെ സംഭവിച്ചാൽ ഇതിന്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓരോ വീട്ടിലിപ്പോ നമ്മള് വീട്ടിലൊരു സൈക്കിൾ ഇതൊക്കെ ഉണ്ടാവും, പോയ സാധനല്ലേ, ആ സാധനം ഓരോ വീട്ടിലും ഓരോന്നുണ്ടാവും. ഇതൊക്കെ ഹൗസ് ബോട്ടുകളാണല്ലേ? ഇതൊക്കെ അല്ല, ഇതൊക്കെ സ്പീഡ് ബോട്ട്. അല്ല, ഇത് രണ്ടാണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ ഇട്ടേക്കണേ. ഇവിടെ എല്ലാം ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഹൗസ് ബോട്ട് ഇതുപോലെ മൂവ് ചെയ്യില്ല. അതേ ചോദിച്ചേ. ഓ, അതിലേറെ അധികം പറഞ്ഞത് ഹൗസ് ബോട്ട് മൂവ് ചെയ്യില്ല അല്ലേ? ഞാൻ ഹൗസ് ബോട്ട് എല്ലാവരും വരുമ്പോ എക്സ്പെക്ട് ചെയ്യുക കാശ്മീരിലെ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്ന നാട്ടിലത്തെ ഒരു ആലപ്പി വൈബാണെന്നല്ലേ. ഹൗസ് ബോട്ടിൽ പോവാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതായിരിക്കും നിർത്തി ഒരു ഭാഗത്ത് ഇടുന്നല്ലാണ്ട് നീങ്ങൊന്നുമില്ല. നീങ്ങണമെങ്കിൽ ഇതുപോലത്തെ ഷിക്കാർ എന്നാണ് എന്തിനാ പറയാ, ഷിക്കാർ എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ദാൽ ലേക്കിൽ ഇങ്ങനെ കറങ്ങാൻ പറ്റുള്ളൂ. ആ ദാൽ ലേക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ ബോട്ടിൽ ആൾക്കാർ വന്നിട്ട് നമ്മളടുത്ത് ഹോട്ട് ചോക്ലേറ്റ്, കോഫി ഇതൊക്കെ വേണമെന്ന് വയ്ക്കും. ആവശ്യമുള്ളവർക്ക് കുടിക്കാം. എന്താ ബ്രോ വേണ്ടാന്ന് പറഞ്ഞേ? സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ട് അല്ലേ? എൻ്റെ ബാക്കിലുള്ള ഈ ഒരു വ്യൂ നിങ്ങൾ നോക്കിയോ, ഒരു രക്ഷയില്ല അല്ലേ? ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ജീവിതത്തിൽ കുറെ കൊതിച്ചിട്ടുണ്ട് ബ്രോ, ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വരണം, ഇങ്ങനെയൊക്കെ പോകണം എന്നുള്ളത്. പിന്നെ എല്ലാവരുടെ ആഗ്രഹമുള്ള ഒരു സ്ഥലമായിരിക്കും അല്ലേ? ഹൗസ് ബോട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ സത്യം മനസ്സിലായത്. ഹൗസ് ബോട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇരിക്കാന്നല്ലാണ്ട് എങ്ങോട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഷിക്കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദാലേക്ക് ഫുള്ള് കറങ്ങാൻ പറ്റും. പിന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഫോണും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. എത്ര ബ്രോന്റെ അറിവ് എത്ര ഫോൺ പോയിട്ടുണ്ട് ഇവിടെ? അതായത് ഇപ്പൊ ഏകദേശം 2 മാസം കൂടുമ്പോ ഓരോ ഫോൺ വെച്ചിട്ട് മേ ബി അതിലപ്പുറം പോകുന്നുണ്ട്. കൂടുതലേ ഫോട്ടോ ഒക്കെ എടുക്കായിരിക്കും. ചിലര് പവർ ബാങ്കിൽ ചാർജ് കുത്തിയിട്ടുണ്ടാവും. ഓക്കെ, മടിയിലൊക്കെ വെച്ചിട്ടുണ്ടാവും. എണീക്കുമ്പോ പെട്ടെന്ന് ഇതാവില്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോണൊക്കെ സൂക്ഷിക്കുക. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ ചുരുക്കമായിട്ടുള്ള വളരെ കുറച്ച് ഐറ്റംസ് മാത്രം കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. പിന്നെ അത് മാത്രം നോക്കിയാൽ മതിയില്ലേ? ഇവിടെ നോക്കിയേ ബ്രോ, ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽസ് ആണോ അതോ? ഓ, നോക്കിയേ താറാവിനൊക്കെ വളർത്തണ ഇതിന്റെ ഇടയിൽ. ബോട്ട് അനങ്ങിയില്ലെങ്കിൽ ഈ വ്യൂ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഇതൊക്കെ നോക്കിയേ ബ്രോ, ഇതൊക്കെ ഹൗസ് ബോട്ടുകളാണോ? ഇതൊക്കെ ലക്ഷറി ഹൗസ് ബോട്ടുകളാ? മീഡിയം റേഞ്ച്. അപ്പോൾ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം. പക്ഷെ എനിക്കറിയില്ല, വെറുതെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കണ ഹൗസ് ബോട്ടല്ലേ? സ്ഥലത്തിന് ഓരോ പേരാ? ഇങ്ങനെ ഒരു ഏരിയ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, ഇവിടുത്തെ ഇതിനെന്താ പറയാ ഈ ഏരിയനെ?
ഗോൾഡൻ ലേക്ക്. അതുകൊണ്ടാണോ ഗോൾഡൻ കളറിലുള്ള ഹൗസ് ബോട്ടുകള്? എന്തേ അതിനായിക്കൂടെ? അല്ല ഞാൻ വെറുതെ ചോദിച്ചതാ. ഗോൾഡൻ ലേക്കിലാണ് ഇപ്പൊ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുങ്കുമപ്പൂവാ മേടിക്കരുത് അല്ലേ? കുങ്കുമപ്പൂ കണ്ടോ? ദാൽ ലേക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓരോന്നും കൊണ്ട് നമ്മളെ അടുത്തേക്ക് വരുന്നതായിരിക്കും. സാഫ്രോൺ പക്ഷെ നമുക്ക് വേണ്ടല്ലോ, വേണ്ട നെയ്വായോ. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഒരുപാട് ഇപ്പം നേരത്തെ ഒരു ടീം ഹോട്ട് ചോക്ലേറ്റ് കോഫി ആയിട്ട് വന്ന്, പിന്നെ ഇതാ ഇപ്പോൾ സാഫ്രോൺ വരണോന്ന് ചോദിച്ചിട്ട് കണ്ട ഓരോ ആൾക്കാർ. എന്താണ് ഇപ്പൊ പുള്ളി പറയണത്? എന്താണ് ബ്രോ പറയണ ആള്? എങ്ങനെയാണ് സാധാരണ പറ്റിക്കപ്പെടുത്താറുള്ളത്? പുള്ളി സാഫ്രോണിന്റെ മഹത്വങ്ങൾ കാണിച്ചു തരാണ്. ഇതെന്താണ് ബ്രോ ചെയ്യണേ? ഒറിജിനൽ ആണെന്ന് പ്രൂവ് ചെയ്യണേ. അതുപോലെ അടുത്ത ആൾക്കാർ വന്ന് ഇവിടെ ജ്വല്ലറി ആണ് നമ്മളെ മൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരുണ്ടാവും കേട്ടോ. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ബോട്ടിൽ ഓരോരുത്തർ വരാം, അവരുടെ ബിസിനസ്സുകൾ ഇറക്കാം. നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ എല്ലാം കണ്ടിരുന്നിട്ട് ഓക്കെ ബൈ പറയാം. ഇതെന്തൊക്കെ പൈസ? സിഗരറ്റാ? നെഹി ഭയ്യ. പറച്ചോനെ, ഇതുപോലെ ഒരുപാട് ബിസിനസ്സുകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നോക്കിയേ, ഇവിടെ നോക്കിയേ, ശീശ ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. വേണ്ട 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 നെയ് ഭയ്യ, താങ്ക് യു. ഓക്കെ, അപ്പുറത്തെ ഡ്രസ്സ് വിൽക്കണം, നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ബിസിനസ്സുകാരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓരോരുത്തരുടെ ജീവിതമാർഗം അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അയാളിപ്പോൾ നമ്മളെ അടുത്തൊന്നും പോണുമില്ല. തലയിലായാലും വളച്ചോനെ ഓരോരുത്തർക്കും ഓരോ ഇപ്പൊ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നല്ല ഇതുപോലെ ബിസിനസ് ചെയ്യലാണ്. നമ്മുടെ നാട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലല്ല ഏത് നാട്ടിലെ ആൾക്കാരായാലും ഇത് റോൾ മോഡൽ ആക്കേണ്ടതാണ്. നമ്മൾ ഈ ഭിക്ഷയൊക്കെ നാട്ടിൽ നമുക്ക് എത്രയും നല്ലതാണല്ലോ ഇതുപോലെ ബിസിനസ് ചെയ്യണതൊക്കെ. പക്ഷെ നമുക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. നോ ഭയ്യ, താങ്ക് യു. വേണ്ടാന്ന് പറയാൻ കാരണം സാഫ്രോൺ അതെന്താ വെച്ചാൽ അവർ പറഞ്ഞുള്ള 120 റുപ്യാണ്. അതിപ്പോ അവര് വേണമെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 30 റുപ്യക്ക് അടക്കം അവര് തരും. ഒരിക്കലും ഒരു സാഫ്രോൺ എനിക്ക് തോന്നുന്നില്ല 1 ഗ്രാം 200 റുപ്യന്റെ താഴെ കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല. കാരണം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. അതിൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ മൊത്തത്തിൽ ഏറ്റവും റേറ്റ് കുറച്ച് കിട്ടുന്ന സ്ഥലമാണ് കാശ്മീർ. കാശ്മീരിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് 200 ആണ്. പിന്നെ അത് ചെക്ക് ചെയ്യുന്നത് കുറേ മെത്തേഡ് ഉണ്ടാകും. എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനെ പറ്റി അറിയുള്ളൂ. അടുത്ത ബോട്ടിൽ വേറെ എന്തൊക്കെയോ എന്ത് രസാലേ ബ്രോ. ഓരോ ബോട്ടിൽ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് അവരുടെ ബിസിനസ്സുകൾ. ഇത്രയും കാലം ചെയ്തിട്ട് എനിക്ക് ഇതുവരെ പഠിത്തിട്ടില്ല. ഇല്ല, എന്ത് രസാന്ന് നോക്കിയാ, എന്ത് രസമായിട്ടുള്ള കാഴ്ചകളാ. ഇതുപോലെ ഇങ്ങനെ കുറെ ആൾക്കാർ വരും. കാവല്ലേ, കാവ് പിന്നെ രസമായിരിക്കും അല്ലേ? കണ്ട വൈബാണ് ഓരോരുത്തരും. അത് ടൂറിസ്റ്റുകളാണ്. ഹൗസൊക്കെ അടുപ്പിലായ അതിനുണ്ട് താലിലേക്ക് എക്സ്പീരിയൻസ്. നൈസ് അല്ലേ? ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി കിടന്നു. ഓ, ഇത് നോക്കി, ദാൽ ലേക്കിന്റെ ഉള്ളിലൊരു ഫുഡ് സ്പോട്ട്. ഇത് കൊള്ളാലേ? അയ്യവാ, ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടാ. ദാൽ ലേക്കിന്റെ ഉള്ളില് നമുക്ക് ബർഗർ, സാൻഡ്വിച്ച് ഐറ്റംസ് ഒക്കെ കഴിക്കണമെങ്കിൽ ഈ കാണുന്ന ഫുഡ് സ്പോട്ടിൽ വന്നാൽ മതി. വേറെ എവിടെയും നമുക്ക് ഇതൊന്നും കിട്ടുന്നതായിരിക്കില്ല. എൻ്റെ മോനെ, ഈ ഒരു വ്യൂ നോക്കിയേ, ഒരു രക്ഷയില്ലാന്ന്, ഒരു രക്ഷയില്ലാത്ത വ്യൂ അല്ലേ? എന്ത് രസമാണ്. രാവിലെ എത്ര മണിക്ക് നീക്കണം ബ്രോ? പറയണ പോലെ നീക്കും. ടൈമില്ല, ഇന്ന ടൈമൊന്നുമില്ല. ഇതെന്താ സംഭവം? ബാർബിക്യൂ നിന്റെ ഉള്ളിൽ നോക്കിയേ, ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്. ഹൗ മച്ച് ഫോർ ചിക്കൻ? Chicken tikka is full plate 450. മട്ടൻ കേൾക്കുകയാണെങ്കിൽ നൈറ്റ് ട്രൈ ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വൈബ് കിട്ടാൻ വേണ്ടി മേടിച്ചാൽ മതി. ഈ ഒരു വൈബ് കിട്ടാം. മട്ടൻ എത്ര? മട്ടൻ എത്ര? ഹൗ മച്ച് ഫോർ മട്ടൻ? You want spicy and non-spicy? Spicy. Spicy is chicken fish kebab. So, This one, chicken kebab is spicy.
कबाब नहीं है भाई, कबाब नहीं है. Kashmiri throat is spicy. Okay. Chicken tikka is fresh. Yes, spicy. What do you want? Which one do you like more? You like Chicken. chicken, then take chicken. ഒരു മിനിറ്റ്, ഒരു 4 ഐറ്റം പറയാം. ആ, 4 വേണ്ടല്ലോ. വേണ്ട വേണ്ട ഒരെണ്ണം മതി ഒരെണ്ണം മതി. ബൈ ബൈ. एक पीस चिकन, एक पीस ट्रोट, Half आएगा. एक पीस नहीं आएगा. एक पीस में देना क्या है? पर प्लेट रेट की पोस्ट. मैं ये केरला से पूरा व्लॉग करने के लिए आया. और പ്ലീസ് ബൈ. अब बोलिए क्या खाने में? एक चिकन, एक ट्रोट हाँ जी. और एक मटन. एक मटन. ओके. मटन कबाब रहता है. कबाब नहीं है, टिक्का. हाँ, कबाब मेरा. मटन कबाब ये रहता है 550 रुपीज फुल पीस. ये Oh, लैम्ब का no रहता need, है, ये no बीफ need. का नहीं. ये लैम्ब. ആൾ കൈ കൊണ്ട് നേരെ പിടിച്ചിട്ട് ഇടണല്ലേ ഒരു വൃത്തി ഉണ്ടാവില്ല അല്ലേ? കൈ കൊണ്ട് പിടിക്കണൊക്കെയാണ്. चल भाई. ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാല് ഫ്രൂട്ട് സ്റ്റോൾ കാണാൻ പറ്റുണ്ട. എന്റെ പൊന്നെ ഫ്രൂട്ട് സ്റ്റോള്. ഇങ്ങനത്തെ ഫ്രൂട്ട് സ്റ്റോള് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? फिश टिक्का एक चिकन कबाब एक सीख फिश कबाब एक सीख. ടോട്ടൽ ഹൗ മച്ച്? टोटल 600 रुपीज. ഓ നോ നീഡ്. വി ഓൺലി ഹാവ് 400 rupees. How can possible? 600 rupeesന് വേണ്ട. എന്നുള്ളത് നിങ്ങൾ തന്നെ സംസാരിക്കും. ചിക്കനും ഇതും മതി. ബൈ. നോ ഫിഷ് നോ നീഡ്. ചിക്കൻ ആൻഡ് ആണോ എന്നാ ചിക്കൻ ഫിഷ് ദെൻ वही बोल रहा हूँ मिक्स. മതി മതി മതി. ബൈ മതി. ബൈ. नहीं നെയ് उसको वो ഓൺലി 3. एक काम करो हाफ खाओ चिकन हाफ खाओ फिश. 3 नहीं आएगा. ठीक है. Then how much rupees? 600. No, we only have 400 rupees. How can possible? It's not possible, Raja. Then take half chicken. Then oh എന്താ അപ്പൊ ഇയാളെന്താ ഇങ്ങനെ എടുക്കണേ? ഇവരങ്ങനെ മിനിമം 4 സ്റ്റിക്ക് കൊടുക്കണമെന്നുണ്ട്. ഉണ്ടോ? സംസാരിച്ചാൽ മതി. 2 സ്റ്റിക്ക് ആക്കി തരാൻ പറയും. ചിക്കനും ഫിഷും മാത്രം മതി. Confused होना भाई मुझे. एक चिकन 300 rupees. दे दो. इसलिए हम एक चिकन और एक फिश दे दो. ज्यादा नहीं चाहिए. हाफ नहीं आएगा. प्लेट वाइज रहता है. मैंने अब आपके लिए किया हर एक में हाफ. 500 हो जाएगा टोटली. क्या करना है खाना है कि नहीं? 500 रुपये कह എന്ത് ये पूरा Yes. 500 रुपये. എന്തുണ്ട്? ഇച്ചിരി കൂടുതലല്ലേ? എന്താ ഇതിപ്പോ നമ്മള് ടിക്കറ്റ് പൊതുവെ ഒരു സ്റ്റിക്കിന് ഒരു 110-120 രൂപ പൊതുവെ മാർക്കറ്റ് റേറ്റ്. ആ എന്താ ബ്രോ പറയണ പോലെ നിങ്ങൾക്ക് വേണോ? ഓക്കെ ബ്രോ ദേ ദോ ദേ ദോ. ഇവിടെ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈബിന് വേണ്ടിട്ടാണ് നമുക്ക് ഓക്കെ ഓക്കെ ഓക്കെ. enjoy ചെയ്ത് കഴിക്കും. ഓ ആളീ ദാലിലേക്ക് മൊത്തം പോയിക്കോ. നമ്മളെ കബാബ് എത്തിയിട്ടുണ്ട്. കബാബല്ല ടിക്കയും കബാബും എല്ലാം ഉണ്ട് അല്ലേ അതില്? दीजिए इधर हाथ में. അയ്യോ ദാൽ ലേക്കിൽ നിന്നും എന്റെ ബാക്കിലുള്ള വ്യൂ തന്നെ നമുക്ക് നോക്കിയിരുന്നിട്ട് സമയം പോണതേ അറിയില്ല. അപ്പൊ നമ്മൾ ദാൽ ലേക്കില് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഓരോ സംഭവങ്ങളും വിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു ടീം ടിക്കയും കബാബും തന്ന് ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ചൂടത്ത് അയ്യോ ഈ തണുപ്പത്ത് നല്ല ചൂട് കബാബ് നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആട്ടാ. ഒരു ഫ്ലോപ്പ് ആയിട്ടായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ട നമ്മള്. രാവിലെ തൊട്ടൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് ഓർഡർ ചെയ്തത്. ഇതിൽ ഏതൊക്കെ ഐറ്റം നല്ലതാണ്, ഏതൊക്കെ ഭയങ്കര ശോകമുണ്ട്. അതും കുഴപ്പമില്ല, അത്രയും ഫ്ലോപ്പ് ആയിട്ടില്ല. ഇതുകൊണ്ട് റൊട്ടി ആരെങ്കിലും തലയിൽ പറഞ്ഞാൽ തല 2 കഷ്ണാവും. കാരണം അത് ഐസായി. നിങ്ങൾ ചിലപ്പോ എന്നെ ആയിരിക്കില്ല നോക്കാം, ബാക്കിലത്തെ വ്യൂ ആയിരിക്കും. കാരണം എല്ലാവരും അങ്ങോട്ട് തന്നെ നോക്കോളാം. അടിപൊളി. നമ്മളിതാ എനിക്ക് സൗണ്ട് ഒന്നില്ല കേട്ടാ. അപ്പുറം അതിലെടുത്ത് ഓക്കെ. നമ്മള് ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവാണ്. ദാലിലേക്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം ദാ ജെറ്റ് സ്കി വന്നിട്ടുണ്ട്. നമ്മള് ഷൂവും ജാക്കറ്റും ഒക്കെ അഴിക്കണം എന്നാണ് പുള്ളി പറഞ്ഞത്. അവൾ പറഞ്ഞ പോലെ ഷൂ അഴിക്കണ്. അല്ലാ പടച്ചോനെ കാക്കടേ കാക്കടേ ഒരു റൈഡിന് 6000 rupees. അയ്യോ 1000 rupees ആണ് ഒരു ചാർജ് ചെയ്യണത്. ഇയാള് ഓടിക്കണല്ലേ? थोड़ा आगे ऐसा मत पैर रखो ना, इधर पैर पीछे और नीचे हाँ ऐसा.
और कारके उड़े कौन बस हो गया हमने बढ़ा दिया नहीं बढ़ा दिया പ്ലീസ് ബൈ വൺ മോർ ലാസ്റ്റ് ടൈം ഒരു രക്ഷയിലാട്ടാ പുള്ളി സൂപ്പറാണ് നമുക്ക് ഒരു റൈഡ് കൂടി തരുന്നേട്ടാ ഇല്ല ബൈ സൂപ്പർ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. തണുത്ത ഐസായി ഗൈസ്, ഐസായി. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ജഡ്ജിക്കാണ്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ്. ബൈ ആപ്കാ നാം പേര് പോലും പറഞ്ഞല്ലോ. ബൈ തുമാരാ നാം മുത്തുലക്ഷ്മിയാ അബ്ദുൾ റഷീദ്. മൈ ഫാദേഴ്സ് നെയിം ഇസ് റഷീദ്. ഓക്കേ ബൈ സേ ഹായ്. ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കിഡിലെ നിങ്ങൾ നോക്കിയ ഈ കാണുന്ന വ്യൂ, ഇതിൽ വെറുതെ ബോട്ടിൽ പോകുമ്പോ പോലും നമുക്ക് തണുത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്ന ജെറ്റ്സ്കി ചെയ്യുമ്പോഴേ ഞാൻ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര തണുപ്പ്, ഐസ്. ആളെന്തൊക്കെയോ പറയണ്ട, എനിക്ക് അറിയില്ല. പടച്ചവനെ ജീവൻ തന്നെ ഭാഗ്യം. ഇനി ഹീറ്റർ ഓൺ ആക്കാം. ഇവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളിയാലേ. അല്ല, ഇവിടുത്തെ ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകളായിട്ട് അവര് പെരുമാറുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പഠിക്കണം. ഓരോ ടൂറിസ്റ്റുകൾ അവർ ഡീൽ ചെയ്യണത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പഠിക്കണം അല്ലേ? എന്ത് രസമായിട്ട് അവർ ഡീൽ ചെയ്യണേ. ബൈ, താങ്ക് യു സൂപ്പർ. മെയിനായിട്ട് എടുത്തു പറയേണ്ടത് ദാൽ ലേക്കിലെ സൺസെറ്റും അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് തന്നെയാണ്. എന്ത് രസമാണല്ലേ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ പോലെ വെള്ളത്തിൽ ഒരു മാർക്കറ്റ് കാണുക. ഒരുപാട് വെറൈറ്റി ഡ്രസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ട്രഡീഷണൽ, ഒരുപാട് കൾച്ചർ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. നിങ്ങളുടെ ഇഷ്ടമാണ് ഇത് മേടിക്കേണ്ടതെന്നൊന്നും. ഞാൻ നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ ഒരു കടയുടെയും ഉള്ളിലേക്ക് ഞാൻ കയറാൻ നിന്നില്ല. പുറത്തുനിന്നുള്ള വ്യൂ മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇത് കാണുമ്പോൾ കിട്ടുന്ന ഫീലൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറയാലോ, ഞാൻ വിചാരിച്ചിരുന്നത് ഒരു അരമണിക്കൂറിന്റെ ഉള്ളിലൊക്കെ ദാലിലേക്ക് കവർ ചെയ്യാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഷിക്കാര റൈഡ് തുടങ്ങിയത് തന്നെ. പക്ഷെ ഇത്ര അധികം സമയം എടുക്കുന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ മിനിറ്റും എല്ലാ സെക്കൻഡും ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്കിപ്പോ എല്ലാവരും സംസാരിക്കാനൊന്നും പറ്റണില്ല, കാരണം അത്രയും തണുപ്പാണ്. എനിക്ക് തോന്നുന്നു ഒരു -6 ഡിഗ്രിയോളം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ദാലിലേക്കിലാണ്. ദാലിലേക്കിൽ നൈറ്റ് വൈബൊക്കെ നെക്സ്റ്റ് ലെവലാണ് കേട്ടോ. ഇപ്പുറത്തൊക്കെ ഹൗസ് ബോട്ട് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര കളർഫുള്ളാണ്. എനിക്ക് വല്ലാണ്ട് സംസാരിക്കാൻ പറ്റും. കണ്ട അത്രയും തണുപ്പാണ് ദാലിലേക്കിൽ. ഞാനൊക്കെ ആദ്യം വിചാരിച്ചായിരുന്നു ഈ ആൾക്കാർ ജാക്കറ്റൊക്കെ ഇട്ട് വെറുതെ അത്ര ഷോ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം എനിക്ക് ഈ തണുപ്പൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു ഞാനൊക്കെ. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ഫുൾ ടൈം ഈ ഫ്രണ്ട്സിനൊക്കെ ഇപ്പോൾ ഉള്ളപ്പോൾ AC ഇടും. ഫ്രണ്ട്സിന് പറ്റാണ്ടാവുമ്പോൾ അവർ AC ഓഫ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ AC ഓഫ് ചെയ്യാറില്ല. AC ഫാനും ഇടും, എന്നിട്ടും ഞാൻ അത് റെസിസ്റ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവിധ ക്ലൈമറ്റും പറ്റുന്നതായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഈ കൈമ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, ഇതും ഇട്ടിട്ടില്ല. ഇത് മരവിക്കണ പോലെ എനിക്ക് തോന്നുന്നു. അത്ര തണുപ്പാണ്, ഒരു രക്ഷയില്ല. എന്ത് രസമാണ് ഇതൊക്കെ. ഇത്ര കാലമായിട്ട് ഞാൻ എന്താണ് എക്സ്പ്ലോർ ചെയ്യാത്തതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി. നമ്മളെ രാജ്യത്ത് ഇത്രയും നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മളത് എക്സ്പ്ലോർ ചെയ്യാണ്ട് മോശമല്ലേ? എന്തായാലും എനിക്ക് ഇപ്പോഴെങ്കിലും ആ ഭാഗ്യം കിട്ടി. നിങ്ങൾ പലവരും ചിലപ്പോൾ എന്നെക്കാളെ ഇരട്ടി പ്രായമുള്ളവർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടാവും. നിങ്ങളിതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് ശേഷമെങ്കിലും നിങ്ങൾ കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യണം. കാരണം നമ്മുടെ രാജ്യത്തുള്ള ഇതുപോലത്തെ നല്ല നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളൊന്നും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഇപ്പം ജീവിച്ചിരിക്കണ ഒരു അർത്ഥമില്ല. കാരണം
വല്ലപ്പോഴൊക്കെ ഒരു ചേഞ്ച് വേണ്ട. എന്ത് രസമാണ് ഇവിടെ ക്ലൈമറ്റ്. ഇവിടുത്തെ നാട്ടുകാരതിൽ അടിപൊളിയാണ്. ഫുഡ് നമ്മളിപ്പോൾ ദാലിലേക്ക് നിന്ന് മാത്രം കഴിച്ചിട്ടുള്ളൂ. അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫുഡ് അത്ര നല്ല ഫുഡ് എന്ന് ഞാൻ പറയണില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഭീര ഫുഡ് കഴിക്കാൻ പോകണോണ്ടാണ്. എന്നാലും കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. യൂഷ്വലി നമ്മുടെ നാട്ടിലൊരു ടൂറിസ്റ്റ് പ്ലേസിൽ കൊടുക്കാൻ പറ്റുന്ന ഫുഡിനേക്കാൾ നല്ല ക്വാളിറ്റി ഫുഡ് ഇവർ കൊടുക്കുന്നുണ്ട്. ജെറ്റ് സ്കി നല്ലതായിരുന്നു. വിചാരിച്ചു പോലുമില്ല ഇത്ര നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന്. ദാലിലേക്ക് എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണ് തന്നിട്ടുള്ളത്. സമയം പോയതേ ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ദിവസങ്ങളിൽ കാശ്മീരിൽ നമുക്ക് ഉണ്ടായ ഓരോരോ അനുഭവങ്ങൾ അല്ലെങ്കിൽ കാശ്മീർ നമ്മൾ സ്പെൻഡ് ചെയ്തതും ഫുഡ് സ്പോട്ടും ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.